വിജയകരമായ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലെത്തിച്ചേർന്നു. ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ വിൻസാദ് അൽ മുറൈഗിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനിയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച ഉണ്ടാകും. അരുൺ പാറാട്ട് വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ, വിശദാംശങ്ങൾ. പ്രധാനമന്ത്രിക്ക് ഇന്ന് ഖത്തറിൽ തിരക്കിട്ട പരിപാടികളാണോ? ഗുഡ് മോർണിംഗ് SKN. ഖത്തർ സമയം ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലെത്തിയത്. ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ ബിൻ സാദ് അൽ മുറൈഖി, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഖത്തർ അംബാസിഡർ മുഹമ്മദ് ബിൻ ഹസൻ ജാബിർ അൽ ജാബിർ, ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ തുടങ്ങിയവർ ചേർന്നാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. തുടർന്ന് ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ന് അദ്ദേഹം ഖത്തർ അമീറായിട്ടുള്ള ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഖത്തറിൽ തടവിലായിരുന്ന ഇന്ത്യൻ നാവികരെ വിട്ടയച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നന്ദി അറിയിക്കുമെന്നാണ് സൂചന. 2016 ജൂണിലെ ഖത്തർ സന്ദർശനത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ദോഹയിൽ എത്തുന്നത്. അതായത് അധികാരം ഏറ്റെടുത്തതിനു ശേഷം രണ്ടാമത്തെ പ്രധാനമന്ത്രിയുടെ ഖത്തർ സന്ദർശനമാണ് നടക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ഡിസംബർ 1 ദുബായിൽ കാലാവസ്ഥ ഉച്ചകോടി നടന്നിരുന്നു. ഈ ഒരു കാലാവസ്ഥ ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രിയും ഖത്തർ അമീറും പരസ്പരം കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചേക്കുമെന്നാണ് നമുക്ക് സൂചന. അതോടൊപ്പം തന്നെ ഖത്തറിലെ ഇന്ത്യൻ വ്യാപാര പ്രമുഖരും അതോടൊപ്പം തന്നെ പ്രവാസി നേതാക്കളും ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി ഇന്ന് മിക്കവാറും കൂടിക്കാഴ്ച നടത്തും. ഇതിന് ശേഷമായിരിക്കും അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുക. ഈ യു എയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് അപ്രതീക്ഷിതമായിട്ടാണ് ഖത്തർ സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, വ്യാപാര, നിക്ഷേപ, ഊർജം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ ശക്തമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. 2023 ഇന്ത്യ ഖത്തർ നയതന്ത്ര സൗഹൃദത്തിന്റെ സുവർണ ജൂബിലി വർഷമായി അടക്കം ആഘോഷിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ദ്വിദിന സന്ദർശനത്തിനായിട്ടായിരുന്നു പ്രധാനമന്ത്രി ഇന്നലെ യു എത്തിയത്. അഖിലൻ മോദി മഹാസമ്മേളനത്തിലും ലോക സർക്കാർ ഉച്ചകോടിയിലും അതോടൊപ്പം തന്നെ BAPS ഹിന്ദു മന്ദിർ സമർപ്പണ ചടങ്ങിലും ഒക്കെ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഖത്തറിലേക്ക് മടങ്ങിയത്. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിനിടെ പ്രവാസികൾക്ക് ഏറെ ഗുണകരമാകുന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ റൂപയും UAE ആനിയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാന കരാറിലും ഇരു നേതാക്കളും ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഖത്തറിലാണ് ഉള്ളത്. നിരവധി കൂടിക്കാഴ്ചകൾക്ക് ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി മടങ്ങുക. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അരുൺ പാറാട്ടാണ്.